നമുക്കിന്ന് പാദ അങ്കുഷ്ട ധനുരാസനം എന്താണെന്ന് നോക്കാം. നടുവിന് ഏറ്റവും അയവ് കിട്ടുന്ന നല്ലൊരു ആസനം, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആസനമാണ് പാദ അങ്കുഷ്ട ധനുരാസനം. സാധാരണ ധനുരാസനമുണ്ട്, അത് ബേസിക് ആയിട്ടുള്ള ഒരു ആസനമാണ്. ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ആസനമാണ് പാദ അങ്കുഷ്ട ധനുരാസനം. ഓക്കെ, നമ്മൾ ഇന്ന് പാദ അങ്കുഷ്ട ധനുരാസനം എങ്ങനെ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഇതേപോലെ ഷീറ്റില് ഒന്ന് കമിഴ്ന്ന് കിടക്കുക. ഓക്കെ, കമിഴ്ന്ന് കിടന്നതിന് ശേഷം രണ്ട് കാലും ഇതേപോലെ കാലിന് ഉയർത്തി, കാലിനത ഇതേപോലെ സൈഡ് ബൈ സൈഡ് ഇതേപോലെ ലോക്ക് ചെയ്യണം. ഓക്കെ, പതുക്കെ നെഞ്ച് ഉയർത്തി കൊടുക്കണം, കാല് ഉയർത്തി കാലിനെ പതുക്കെ ട്വിസ്റ്റ് ചെയ്യണം. ഇതാണ് പാദ അങ്കുഷ്ട ധനുരാസനം. വീട്ടിലൊന്ന് ചെറുതായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സൂക്ഷിച്ച് ചെയ്യാനുള്ളൂ. സ്ട്രെച്ച് ചെയ്ത് പതുക്കെ കൊണ്ടുവന്നതിന് ശേഷമേ ഈ കാല് ട്വിസ്റ്റ് ചെയ്ത് പതുക്കെ ഈ ഒരു ആസനം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. നമസ്കാരം.